ആഷിഖ്, കഴിഞ്ഞ ദിവസം ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായ അജീഷ് എന്ന വ്യക്തിയുടെ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. ഒരു JCBക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിന്റെ പിന്നാമ്പുറ കഥകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് 5 വർഷം മുൻപ് വാങ്ങിയ JCB 500 രൂപ പിഴയടച്ചാൽ തീരുന്ന ഒരു പ്രശ്നത്തിന് 5 വർഷമായി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി ഏകദേശം 50,000 രൂപയോളം EMI അടയ്ക്കുന്നുണ്ട് ഇതേ പൊടി പിടിച്ച കാട് കയറിയ വണ്ടിക്ക് വേണ്ടി. അപ്പോൾ എന്നാണ് ഈ സിസ്റ്റം മാറുക? ലൈക്ക് വണ്ടി പിടിച്ചെടുക്കുക, ചെറിയ പെറ്റി കേസുകൾക്ക് വണ്ടി പിടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കാതെ, ശരിക്കും സാധാരണക്കാരന്റെ ഒരു ജീവനോപാധിയല്ലേ നഷ്ടപ്പെടുത്തുന്നത്? ഇതെങ്ങനെയാണ്, എന്നാണ് ഇത് തീരാൻ പോകുന്നത്? ഇത് വനം വകുപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വനഭൂമിയിൽ കയറി ഒരു മരം വെട്ടുന്നതിന് അല്ലെങ്കിൽ ഈ വീടിന് നിലമൊരുക്കുന്നതിനിടെ റബ്ബർ മരത്തിൽ ഏതോ ഒരു മരത്തിൽ കൊണ്ട് അതിന് നാശനഷ്ടം സംഭവിച്ചു. 500 രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ 500 രൂപ നഷ്ടം വന്നതിൻ്റെ പേരിൽ 35 ലക്ഷം രൂപയുടെ, അതായത് ഒരു സാധാരണക്കാരൻ്റെ ജീവനോപാധിയാണ് ഈ ഒരു സിസ്റ്റം, അതായത് ഈ പറയുന്ന വകുപ്പ് പിടിച്ചിട്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിൽ കണ്ടിട്ടില്ലേ, ഒരുപാട് വെഹിക്കിൾ ഇതുപോലെ ഓരോ കേസിന്റെ പേരിൽ പിടിച്ചിട്ട് ഫൈൻ അടച്ചിട്ടും ഈ പോലീസുകാരും അല്ലെങ്കിൽ ഓരോ വകുപ്പുകളും ഇട്ട് വലിപ്പിച്ച് അവസാനം ആ ഒരു വാഹനം കൊണ്ടുള്ള ഉപയോഗം നശിപ്പിച്ചതിന് ശേഷം ഇവർ ആക്രി വിലക്കോ അല്ലെങ്കിൽ ടെൻഡർ വിലക്കോ പൊളിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് തള്ളിവിടുകയാണ്. എന്നാണ് ഈ ഒരു സ്വഭാവം മാറുക എന്ന് വെച്ചാൽ അതിന് ഉത്തരമില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം പൂർണ്ണമായും മാറണം അല്ലെങ്കിൽ തിരുത്തി എഴുതണം എന്നുള്ളതിൻ്റെ ഒരു മുഖ്യ ഉദാഹരണം അല്ലെങ്കിൽ അതിന് കാരണമായ മുഖ്യ ഉദാഹരണമാണ് ഈ ഒരു അടിമാലിയിൽ നടന്ന സംഭവം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ അജീഷ്, നമ്മൾ ആ വീഡിയോ കണ്ടിരുന്നു. അജീഷ് ആ വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മണ്ടനാണ്, ഞാൻ ഇവിടെ കൊണ്ടിട്ട് കൊടുത്തതാ, ഞാൻ പൊട്ടൻ, ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹം ഒരു വീടിനുള്ള തറയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് JCB കൊണ്ട് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചുറ്റും ഉണ്ടായിരുന്ന കുറച്ച് മരങ്ങൾ പിഴുത് കളഞ്ഞു എന്നാണ് വനം വകുപ്പ് പറയുന്നത്. വനം വകുപ്പിന്റെ രേഖകളിൽ നിന്ന് 500 രൂപ വിലയുള്ള വസ്തുക്കൾക്ക് നാശനഷ്ടം ഉണ്ടായി. അതുകൊണ്ട് കേസിന്റെ ആവശ്യത്തിനായി അജീഷ് ഈ വണ്ടി കുറച്ചു ദിവസം അവിടെ കൊണ്ടിടൂ, 2 ദിവസം കഴിഞ്ഞ് വണ്ടി തിരിച്ചുവിടാം, ചെറിയ ഫോർമാലിറ്റീസ് ആണ്, ഞാനത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. പക്ഷെ 2 ദിവസം കഴിയുന്നു, 2 മാസം കഴിയുന്നു, 2 വർഷം കഴിയുന്നു, ഇപ്പോൾ 5 വർഷമായി. ഇതിന് എന്ത് ന്യായീകരണം കൊടുക്കാൻ കഴിയും? 5 വർഷമായി 500 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. നമുക്കറിയാം അല്ലേ, വനം വകുപ്പിന്റെ കാര്യങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുന്നതോ വളരെ ഈസി ഗോയിങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതോ അല്ല. വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്തരം നൂലാമാലകൾ വരാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇത് കേസുമായി മുന്നോട്ട് പോയി കാര്യങ്ങൾ ഡീൽ ചെയ്ത് വിടാവുന്ന സാഹചര്യം, സമയം എന്ന് പറയുന്നത് അതിക്രമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ലോൺ വ്യവസ്ഥയിലെടുത്ത വണ്ടിയാണ്, EMI അടച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 35 ലക്ഷം രൂപയ്ക്ക് ഒരു JCB വാങ്ങി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പോറ്റാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാസം 50,000 രൂപ EMIക്ക് വണ്ടി എടുക്കുന്നു. അതിനുശേഷം ഈ പറഞ്ഞ 50,000 രൂപ EMI അടയ്ക്കാൻ വേണ്ടി വണ്ടി തൊടാൻ പറ്റില്ല, പക്ഷെ മറ്റ് ജോലികൾ ചെയ്ത് ആ പണം ഉണ്ടാക്കണം. വീട്ടിലേക്കുള്ള പണവും കണ്ടെത്തണം, അതുപോലെ തന്നെ JCBയുടെ EMI അടയ്ക്കാനുള്ള പണവും കണ്ടെത്തണം. എന്തൊരു കഷ്ടപ്പാടാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം പറയുന്നത് സത്യമാണ്. അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് വിട്ടുകൊടുക്കും, ചെറിയ ഫോർമാലിറ്റി ആണ് എന്ന് പറഞ്ഞ് കൊണ്ടിട്ട് കൊടുത്ത വണ്ടിയാണ്. ആ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? അതിന് ചുറ്റും കാട് പിടിച്ച് തുടുമ്പെടുത്ത് അതിന്റെ ഫ്രണ്ടിലെ ഗ്ലാസ് പൊട്ടിയിരിക്കും. അതിനി വിട്ട് കിട്ടിയാൽ പോലും അത് ശരിയാക്കാൻ എത്ര പണം മുടക്കേണ്ടി വരുമായിരിക്കും. അതൊന്ന് വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുക്കണമെങ്കിൽ. ഇപ്പോൾ വനം മന്ത്രിയൊക്കെ ഇതിൽ ഇടപെടാമെന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ 5 വർഷങ്ങളുടെ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെ തുക ആര് കൊടുക്കും? ഇതുപോലെ നമുക്കിപ്പോ ഇത് മാത്രമല്ല, ഇപ്പോൾ പോലീസ് സ്റ്റേഷനുമായിട്ടോ അല്ലെങ്കിൽ മറ്റു വകുപ്പുകളുമായിട്ടോ കിടക്കുന്ന കേസുകൾ ഇതുപോലൊക്കെ തന്നെയാണ്. ഇപ്പോൾ വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ ഏത് ജില്ല, ഇപ്പോൾ ആഷിഖ് കോട്ടയം സ്വദേശിയാണ്, ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. നമ്മുടെ 2 ജില്ലകളിലും പല സ്ഥലങ്ങൾ നമുക്കറിയാം ഇതുപോലെ വണ്ടികൾ ഡംപ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ. മിക്കവാറും ഈ പറഞ്ഞ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ചുറ്റുമുള്ള പറമ്പിലൊക്കെ ആയിരിക്കും ഇത്തരം സംഭവങ്ങൾ കാണുന്നത്.
എത്ര നല്ല വണ്ടികളാണ് പാഴായി പോകുന്നത്. കുറെ 2 വീലറുകൾ, ബൈക്കുകൾ, നല്ല കാറുകൾ, ഇതുപോലെ ഹെവി വെഹിക്കിൾസ്, ലോറിയൊക്കെ ഈ മണ്ണ് കൊണ്ടുപോയി മണ്ണ് കടത്തി പിടിച്ചുകൊണ്ടുപോയ വണ്ടിയൊക്കെ ഇപ്പം അനധികൃതമായി ചെയ്ത ക്രൈമുമായി ബന്ധപ്പെട്ട വണ്ടികൾ തിരിച്ചു കൊടുക്കണമെന്ന് ശടിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഇതിനൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാകണം. ഓൾറെഡി ഇത്രയും വാഹനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമുക്കില്ല. അതുമല്ല, ഇത് ഇപ്പോ കുറെ വണ്ടികളൊക്കെ ലേലത്തിൽ പോകാറുണ്ട്, ബൈക്കുകളും പോകുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും കുറെ പാഴായി പോകുന്നുണ്ട്. ഇപ്പോ ഇതുപോലുള്ള ചെറിയ നൂലാമാലകളിൽ പെട്ടുകിടക്കുന്ന വണ്ടികളൊക്കെ പെട്ടെന്ന് വിട്ടുകൊടുക്കാനുള്ള ഒരു ഇതുണ്ടാകണം. ഇപ്പോൾ മയക്കുമരുന്ന് കടത്തി, കഞ്ചാവ് കടത്തി, അല്ലെങ്കിൽ മണ്ണ് കടത്തി എന്നുള്ള വലിയ കേസുകളെ പറ്റിയല്ല, ചെറിയ ചെറിയ കേസുകളുടെ പേരിൽ പിടിച്ചിടുന്ന നമുക്കറിയാം പെറ്റി കേസുകൾ. അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു മൈനർ ആക്സിഡന്റ് ആണെങ്കിൽ പോലും ഇതുപോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിടിച്ചിടുന്ന ഒരു പരിപാടിയുണ്ട്. ഈ വണ്ടിക്ക്, ഒരു വാഹനത്തിന് എത്ര രൂപ കൊടുക്കണമെന്ന് ഏതൊരു സാധാരണക്കാരനും അറിയാം. അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം, ഒരു തുക ഇതിനു വേണ്ടി മാത്രമായിട്ട് ചിലവഴിക്കുകയാണ്. ചില വാഹനങ്ങൾ അവൻ്റെ ജീവനോപാധിയാണ്. ആ ജീവനോപാധിയാണ് ചില കയ്യബദ്ധം അല്ലെങ്കിൽ എന്തോ കാരണങ്ങളാൽ ഇതുപോലെ പോലീസോ അല്ലെങ്കിൽ ഏത് വകുപ്പുമാകട്ടെ പിടിച്ച് ഇതുപോലെ സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ വകുപ്പ് ഓഫീസുകളിലോ ഫ്രണ്ടിലോ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പാലാരിവട്ടം ജംഗ്ഷൻ വഴി പാസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ പാസ് ചെയ്യുമ്പോൾ ആ ഒരു ജംഗ്ഷനിൽ തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷൻ. ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് സാധാരണ പാർക്കിംഗ് സ്പേസ് അല്ല. ഇതുപോലെ പല കേസുകളിൽ പെട്ട് തുരുമ്പെടുത്ത് നശിച്ച് വരുന്ന വാഹനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ ശവപ്പറമ്പെന്നാണ് സാധാരണക്കാർ പറയുന്നത്. അതുപോലെ കുമിഞ്ഞു കൂടിയിട്ടുണ്ട് വാഹനങ്ങൾ. ഈ വാഹനങ്ങൾ ഒന്നുകിൽ ഈ റീറ്റൻഡർ ചെയ്യുന്ന എന്തെങ്കിലും നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ ചില പോലീസുകാരുടെ ഈഗോ പ്രശ്നങ്ങളുടെ പേരിൽ മാത്രം ഇതുപോലെ വാഹനങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെടുന്നുണ്ട്. ഇവരുടെ ഈഗോയുടെ പ്രശ്നം കൊണ്ട് മാത്രം ഒരാളുടെ ജീവനോപാധി തടയപ്പെടുന്നത് ശരിക്കും നീതികേടാണ്. അത് ഒരാളുടെ ജീവന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു സംഭവമാണ്. ഈഗോയുടെ പേരിൽ ഇപ്പൊ നീ അങ്ങ് വണ്ടി കൊണ്ടുപോകണ്ടടാ എന്ന് വിചാരിക്കുന്ന ഒരു രീതിയുണ്ട്. അതുമല്ല, ഇപ്പോൾ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വണ്ടികളാണെങ്കിൽ പോലും കുറഞ്ഞ വിലയ്ക്ക് ടെൻഡർ വിളിച്ചത് പുറത്തു കൊടുത്താൽ അർഹതയുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ പുതിയ വണ്ടി വാങ്ങാൻ പണമില്ലാത്ത ആരെങ്കിലും അത് കൊണ്ടുപോകുമല്ലോ. അതുമല്ല, ഈ പറയുന്ന പിടിച്ചിട്ടിരിക്കുന്ന വണ്ടികൾക്കെല്ലാം EMI അടയ്ക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. പല നൂലാമാലകളായിരിക്കാം, ലീഗലി നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം. പക്ഷെ ഇതൊക്കെ മാനുഷിക പരിഗണന എന്നുള്ളത് ഉണ്ടാകണം. ഈ പറഞ്ഞ ക്രിമിനൽ കേസുകളുടെ കാര്യമല്ല പറയുന്നത്, ഈ പറഞ്ഞ പെറ്റി കേസുകളുടെ കാര്യമാണ് പറയുന്നത്. സാധാരണക്കാരന് ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ പോലും ഇത്രയും 5 വർഷത്തെ കാലതാമസം എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. 5 വർഷം ഒരാളുടെ ജീവിതം തകർക്കുക, അദ്ദേഹത്തിന്റെ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കടത്തിവിടുക എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ സർക്കാർ ഓഫീസുകളിലായാലും പോലീസ് സ്റ്റേഷനുകളിലായാലും ഇപ്പോൾ രമേശ് ചെന്നിത്തല വാഗ്ദാനം ചെയ്തതുപോലെ സാധാരണക്കാർക്ക് കയറി വരാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കണം പോലീസ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വന്ന് ഇതാണ് എൻ്റെ ആവശ്യം, എൻ്റെ വണ്ടി കുറെ നാളായി ഇവിടെ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പോലീസിനുമാകണം. അത് പറയാനുള്ളൊരു സ്പേസ് സാധാരണ ജനത്തിനും ഉണ്ടാകണം. ഇപ്പോ ഇതുപോലെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വനം വകുപ്പോ ഇത് ബന്ധപ്പെട്ട ഓഫീസുകളിലെ വാഹനങ്ങൾ മാത്രമല്ല, ചില സർക്കാർ ഓഫീസുകളിൽ ചില ജീവിതങ്ങൾ അടങ്ങിയ ഫയലുകളും കെട്ടിക്കിടക്കുന്നുണ്ട്. ഞാൻ മുമ്പ് നേരത്തെ സൂചിപ്പിച്ച ഈഗോ ക്ലാഷിന്റെ പേരിൽ മാത്രം മുന്നോട്ട് നീങ്ങാത്ത രീതിയിൽ ഫയലുകൾ ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾ. ഇതുപോലെ ഒരാളുടെ ജീവൻ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഈഗോ വെച്ച് പൊറുപ്പിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, അത് ആരായാലും അവരെ സർവീസിൽ വെച്ച് പൊറുപ്പിക്കരുതെന്ന് ഈ ഒരു സർക്കാർ തീരുമാനിച്ചാൽ സാധാരണക്കാർക്ക് നിങ്ങളോട് വീണ്ടും മതിപ്പുണ്ടാവും.